മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ചുള്ള കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 25-ാമത്തെ 40-ാമത്തെ വാക്യം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 25:40. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അതേ അന്ത്യവിധിയുടെ നിമിഷങ്ങളിൽ നമ്മെപ്പറ്റി പറയുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ചത്. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എത്ര പേരോടൊരു നല്ല വാക്ക് പറയാൻ സാധിച്ചു? എത്ര പേര് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്? എത്ര പേരോട് ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചിട്ടുണ്ട്? അതെല്ലാം അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളാണ്. ഈ എളിയ സഹോദരന്മാരിൽ ഒരാളോട് നമ്മൾ നിസ്വാർത്ഥമായി കാണിക്കുന്ന സ്നേഹ പരിപാലനം, അത് തീർച്ചയായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വിലപിടിപ്പുള്ളതാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ള നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ വ്യക്തിത്വം വളർത്തുന്നതാണ്. നമ്മളൊരു പക്ഷേ വിചാരിച്ചേക്കാം, നിസ്സാരനായി ഞാനിപ്പോ എന്താ ഞാൻ പറയണോ? എന്നാൽ എനിക്ക് പറ്റുന്ന സാഹചര്യങ്ങൾ ദൈവം എനിക്ക് തരുമ്പോൾ അവിടെ കണ്ടില്ല കേട്ടില്ല എന്ന് ഭാവിക്കാതെ ഒരു നന്മയെങ്കിലും പറയാനുള്ള ഒരു ചങ്കൂറ്റമുണ്ട്. നന്മയില്ലാത്തവരാരും ഈ ലോകത്തില്ല. കുറവുകൾ മറന്നിട്ട് ആ നന്മകൾ എടുത്തു പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് കർത്താവ് പറയുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് തന്നെയാണ് ചെയ്യുന്നത് എന്ന വചനം നമ്മൾ കേട്ടു. നമ്മുടെ സഹോദരങ്ങളോട് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഒരു നല്ല വാക്ക് പറയാതെ തള്ളിവിട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മവിശ്വാസം ചെയ്യും. ഉണ്ടെങ്കിൽ അനുഭവിക്കുക, ഈശോയിലേക്ക് തിരിയുക. ഇനിയുള്ള ജീവിതം മറ്റുള്ളവരെ പറ്റി നല്ലത് പറയാൻ ഞാൻ പരിശ്രമിക്കുമെന്ന് ഈശോയോട് വാഗ്ദാനം ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.